കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം വൻ വഴിത്തിരിവിലേക്ക്. നിർണായകമായ CCTV ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംഭവം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. കാറിന് തീപിടിക്കാൻ പ്രധാന കാരണം പെട്രോളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപകട സമയം കാറിൽ പെട്രോൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. പെട്രോൾ ക്യാനിന്റേതെന്ന് കരുതുന്ന അടപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാറിന്റെ പിൻഭാഗത്തു നിന്നും തീ പടർന്നെന്നും ശബ്ദം കേട്ടതായും സംഭവ ദിവസം സ്ഥലത്തെത്തിയവർ പോലീസിനോട് പറഞ്ഞിരുന്നു. AC, റേഡിയേറ്റർ, വയറിംഗ്, എഞ്ചിൻ റൂം എന്നിവയ്ക്ക് തകരാറില്ലെന്നും മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിരുന്നു. പെട്രോൾ ഏതെങ്കിലും രീതിയിൽ കാറിനുള്ളിൽ സൂക്ഷിച്ചതാണോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ അന്വേഷണം. വാഹനമോടിച്ച കക്കറമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതലായും പൊള്ളലേറ്റിട്ടുള്ളത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7:30 വരെ സോന വാല്ലിക്കോടുള്ള മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവ് രജിൻലാൽ കാറിൽ അവിടെ ഇറക്കിയതായും രാത്രി 7:30 വന്ന് തിരികെ കൂട്ടിക്കൊണ്ടുപോയെന്നും ബന്ധുവായ യുവതിയുടെ മൊഴിയുണ്ട്. അന്ന് വൈകിട്ട് സോന തന്റെ കൂടെ പേരാമ്പ്രയിൽ പോയി സാധനങ്ങൾ വാങ്ങിയെന്നും താൻ ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും കയറിയ സമയത്ത് സോന എവിടെ പോയെന്ന് അറിയില്ലെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. തിരികെ വന്ന ശേഷമാണ് രജിൻലാലിനൊപ്പം സോന മടങ്ങിപ്പോയതെന്നും യുവതി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രജിൻലാലിന്റെ മൊഴി അന്വേഷണത്തിൽ നിർണായകമാകും. അതേസമയം തന്നെ ഒരു യുവതി പെട്രോൾ വാങ്ങി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ അന്വേഷണം സോനയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. പേരാമ്പ്രയിൽ ബന്ധുവിനോടൊപ്പം പോയ സോന തനിച്ച് എവിടെ പോയെന്നതിലും രാത്രി 7:30 ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സോനയും രജിനും പിന്നീട് 2 മണിക്കൂറോളം എവിടെ ചിലവഴിച്ചുവെന്നതിലും വ്യക്തതയില്ല. അപകടത്തിൽ 65% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം സോനയും രജിൻലാലും തമ്മിൽ നിരന്തരം വഴക്കിട്ടിരുന്നുവെന്നാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. മരിക്കുന്ന ദിവസവും സോനയുമായി ഭർത്താവ് രജിൻലാൽ വഴക്കിട്ടിരുന്നുവെന്ന് ബന്ധുവായ സത്യൻ പറയുന്നു. സോനയെ നിരന്തരം പീഡിപ്പിച്ച രജിൻ കുഞ്ഞിന്റെ DNA അടക്കം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ട പീഡനങ്ങളെല്ലാം സോന മാതൃ സഹോദരിയുടെ മകളോട് തുറന്നു പറഞ്ഞിരുന്നു. കാർ കത്തിയ ദിവസം സോനയും ഭർത്താവും ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ സമയം രജിൻലാൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. കാറിന്റെ പിൻസീറ്റിലാണ് സോനയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. തീപിടുത്തമുണ്ടായത് കാറിന്റെ പുറകിൽ നിന്നുമാണെന്ന ഫോറൻസിക്കിന്റെ കണ്ടെത്തലും കുടുംബത്തിന്റെ സംശയങ്ങൾ ഇരട്ടിയാക്കുന്നു.